ഏകി ഇതിലോട്ടെ എന്തിനെടുക്കുന്നത്? ഒന്നും ഞാൻ ഒരാളെ കാത്തുക്കുന്നത്. ആരിപ്പാ? അതൊരു ബ്രോക്കർ സ്ഥലം നോക്കാൻ വരാന്ന് തോന്നിന്. നമ്മുടെ അച്ഛന്റെ സ്ഥലമില്ലേ ഇപ്പൊ, അത് കൊടുത്ത് ഒഴിവാക്കാനിട്ട് 3 മണിക്ക് എത്താന്ന് പറഞ്ഞാൽ ഇതുവരെ എത്തില്ല. 4 മണിയായി. ഞാൻ കുറേ സമയമായിട്ട് കാത്തുക്കുന്നത്. ഓഹോ, അങ്ങനെ കാത്തുന്നതായിരിക്കും അല്ലേ? അയാള് കാത്തുന്നത്. പിന്നെ എത്ര സമയം കാത്തുക്കുന്നു? സ്ഥലം കുറച്ച് താഴെ പോണം നേരം. തായ വണ്ടിയുടെ വെച്ച വണ്ടി നോക്കണ ഇല്ല, വണ്ടി പോയില്ല, നടവഴിയില്ല, റോഡില്ല. നടവഴിയല്ലോ. നടവഴിയില്ല. ഏയ്, എന്ത് വരുത്തി വഴി വന്നത്? നീ എന്നെ കുത്തി കൊന്നിട്ടിയല്ല. ഞാനാ? പിന്നെ ആര്? ഞാനാ? കണ്ണടതിന്റെ ഞാൻ വളവെന്ന്. എന്ത് വളവ്? നിയമം പാലിക്കാൻ പഠിക്കണം ആദ്യം. നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാർ പിള്ളേർക്ക് ഇതന്നെ സ്വഭാവം. ചേട്ടാ കണ്ടിട്ടുണ്ടാവില്ല അവര്. എന്ത് കണ്ടിട്ടില്ല? അഖിലേഷ് കുത്തി കൊന്നരട്ടി. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എല്ലാവരും. അതിന് ചെറുപ്പവും വലുപ്പമൊന്നുമില്ല. ചെറുപ്പക്കാരായാലും പ്രായമുള്ള ഞാൻ പോലും നിയമം പാലിക്കാൻ അത് എൻ്റെ കടമയാണ്. കടമ മറക്കാൻ പാടില്ല ഒരിക്കലും. അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. ഒരിക്കലും പാടില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അഖിലേഷ് അതാരിടാ? അത് നമ്മള് വിജയേട്ടൻ SI ആണ് എടുത്തത്. SI എന്റെ വണ്ടിയിൽ നമ്പർ നോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമാക്കുവോ? ഇല്ല, പല പ്രശ്നമില്ല. അതിലിപ്പോ സസ്പെൻഷനില്ലേ? സസ്പെൻഷൻ ഇല്ല? അതെന്താ? അത് ഈ പൊയ്യാർത്തുന്നില്ലേ, അവരോട് കൈക്കൂലി വാങ്ങിച്ചിട്ട് ഇപ്പൊ 2 മാസം സസ്പെൻഷൻ. അതെയാ? അതിനു മുമ്പ് ഒരു കഞ്ചാവ് കേസിൽ കഞ്ചാവ് പിടിച്ചിട്ട് അത് ഇയാൾ മറിച്ചു വിറ്റു. അതിന് സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് 2ാമത്തത്. എന്നിട്ടാണ് അയാള് നമ്മളോട് നിയമത്തിനെ പറ്റിയെല്ലാം പറഞ്ഞത്. വലിയ കടമക്കാരൻ.